പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ പ്രണയത്തെക്കുറിച്ചാണ്. ഈ പ്രണയം പുരാതന കാലം മുതൽ എങ്ങും ലിഖിതമായതാണ്. ഈ പ്രണയത്തെക്കുറിച്ച് എഴുതി തീരാത്ത കഥകൾ, പറഞ്ഞു തീരാത്ത കവിതകൾ. നിന്റെ കണ്ണുകളിൽ കാണുന്നു എൻ്റെ ലോകം, നിന്റെ ചിരിയിൽ കേൾക്കുന്നു എൻ്റെ ഹൃദയതാളം. നീ അടുത്തു വരുമ്പോൾ ഞാൻ അറിയുന്നു ജീവിതത്തിൻ്റെ പ്രണയം. പ്രണയത്തിന് ചരിത്രാതീത കാലം മുതൽ നമ്മുടെ ചരിത്രത്തിൽ സ്വാധീനമുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ പ്രണയകാവ്യം എന്ന് പറയുന്നത് വില്യം ഷേക്സ്പിയറുടെ റോമിയോ ആൻഡ് ജൂലിയറ്റ് ആണ്. രണ്ട് ദുരന്ത കഥാപാത്രങ്ങളാണ് ആ കഥയിലുള്ളത്, റോമിയോയും ജൂലിയറ്റും. രണ്ട് ബദ്ധവീരകളായ കുടുംബക്കാരുടെ ഇടയിൽ നിന്നും പ്രണയിച്ച് അവസാനം ആത്മഹത്യ ചെയ്യേണ്ട ഒരവസ്ഥയിലാണ് ആ കഥയുടെ അവസാന ഭാഗം. വിശ്വപ്രസിദ്ധനായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യരസഖിയിൽ സുഹറ അവസാന നിമിഷം മജീദിനോട് എന്താ പറയാൻ ശ്രമിക്കുന്നുണ്ട്. വർഷങ്ങൾക്കപ്പുറം വായിച്ച നോവലാണെങ്കിലും സുഹറ എന്താണ് ബഷീറിനോട് പറയാൻ അവസാനമായി വെമ്പിയത്, എന്താണത് പറയാതിരുന്നത്? ഇന്നും മനസ്സിൻ്റെ ഉള്ളിൻ്റെ അതൊരു വിങ്ങലായി നിൽപ്പുണ്ട് സുഹറയും മജീദും. ചെങ്ങമ്പുഴയുടെ രമണൻ കാനനഛായയിൽ ആടുമയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ എന്ന് രമണനോട് ചന്ദ്രിക ചോദിക്കുന്നുണ്ട്. ഇന്നത്തെ ചന്ദ്രിമാർ ചോദിക്കില്ല. കാരണം ഇന്ന് ഒരു മൊബൈലിൽ 2 സിമ്മും 2 വാട്സപ്പും പല ടൈമിങ്ങും ഒക്കെയായി ഇന്നത്തെ പ്രണയത്തെ പണം വൽക്കരിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, നിസ്വാർത്ഥനായ. അവൻ്റെ കളകമായ പ്രണയം അത് പറയാൻ പേടിച്ചുകൊണ്ട് അവൻ എന്നെ സമീപിച്ചു. അത് എൻ്റെ സ്കൂളിലെ എൻ്റെ ബാല്യകാല സുഹൃത്തായിരുന്നു. ആ സ്കൂൾ കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എൻ്റെ സ്കൂൾ ഗ്രഹാതുരത്വത്തിൻ്റെ ഒരു തണുത്ത കാറ്റ് എന്നെ തട്ടി കടന്നു പോകുന്നുണ്ടോ? ഓർമ്മകൾ അങ്ങിങ്ങായി നിന്ന് എന്നെ മാടി വിളിക്കുന്നുണ്ടോ? തോന്നലാവാം, തോന്നൽ മാത്രം. സൗഹൃദങ്ങളുടെ ഇണക്കവും പിണക്കവും എത്രയെത്ര ഓർമ്മകളാണ്. ഇവിടെ തല്ലുകൂടിയതും സിന്താവ വിളിച്ചതും ഒക്കെ എത്ര കാലം മുമ്പുള്ള ഓർമ്മകൾ. എല്ലാം ഒരു മധുരം പോലെ ഉള്ളിലേക്ക് അലിഞ്ഞലിഞ്ഞ് ഇറങ്ങുകയാണ്. തളിർക്കുന്നതും പ്രണയം പൂക്കുന്നതും കൊഴിയുന്നതും എല്ലാം ഇവിടെ വെച്ചാണ്. ആ പ്രണയങ്ങളൊക്കെ മൊട്ടിട്ട് ചില പ്രണയങ്ങൾ വളരെ നന്നായി പൂത്തുലഞ്ഞ് വസന്തങ്ങളായി മാറുന്നു. ഇവിടെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. വളരെ നല്ല സ്വഭാവം, പഠിപ്പിസ്റ്റ്. പെട്ടെന്നാണ് ഞാനുമായിട്ട് കൂട്ടുകൂടിയ നാൾ മുതൽ അവനുള്ളിൽ ഒരു രഹസ്യം സൂക്ഷിക്കുന്നത് എനിക്ക് തോന്നി. സ്കൂളിലെ ഇടവേള സമയങ്ങളിൽ അവൻ പുറകിലെ ഗേൾസ് സ്കൂളിൻ്റെ മതിലുകളിൽ പോയി എത്തി നോക്കാറുണ്ടായിരുന്നു. അത് ആരായിരുന്നു? ഒരു ദിവസം ഞാനത് ചോദിച്ചു, ആരാണ് ആ പെൺകുട്ടി? അവൻ ആ പെൺകുട്ടിയോടുള്ള ഇഷ്ടം എന്നോട് പറഞ്ഞു. അത് വളരെ ആഴത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. അവൻ ആ പെൺകുട്ടിയോടുള്ള ഇഷ്ടം അറിയിക്കാൻ ഞാൻ അവന് ധൈര്യം കൊടുത്തു. അങ്ങനെ അവൻ ആ ഇഷ്ടം അറിയിക്കുന്ന ദിവസമാണ് ഞാൻ പരിപൂർണ്ണ പിന്തുണയോടുകൂടി അവനൊപ്പം ഉണ്ടായിരുന്നു. അവൻ്റെ ആ പഴയ ഇഷ്ടത്തിലേക്കുള്ള ഒരു പഴയ കാഴ്ച. ശരിയല്ല കേട്ടോ. എനിക്കിനി ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ വീട്ടിൽ പറയും കേട്ടോ. എന്തു പറയും? എന്റെ പിന്നാലെ ഒരു ചക്ക നടക്കുന്നെന്ന്. എനിക്കൊന്നും വേണ്ട. അങ്ങനെ പറയല്ലേ, അതിനെ പൊന്നുപോലെ നോക്കാം. അങ്ങനെ അവരുടെ പ്രണയം പൂത്തു വിടർന്നു. മാസങ്ങളോളം വർഷങ്ങളോളം ആ പ്രണയം തുടർന്നു. ഇടയ്ക്കെപ്പോഴോ ഞാൻ ഒന്ന് നാട് വിട്ടുപോയി തിരിഞ്ഞു വന്നപ്പോഴേക്കും അവനെയും കണ്ടില്ല, ആ പെൺകുട്ടിയെയും കണ്ടില്ല. വർഷങ്ങൾക്കിപ്പുറം ഞാനൊരു നഗരത്തിൽ വെച്ച് അവനെ കണ്ടു. ആ പെൺകുട്ടിയെ നാളുകൾക്ക് ഇപ്പുറം അവൻ കണ്ട കഥയും പറഞ്ഞു.
അത് തന്നെ. അതെ, എന്നെ എങ്ങനെ മനസ്സിലായി? അത് മനസ്സിനുള്ളിൽ ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ മുഖവും ഉണ്ട്. അതാണ് പെട്ടെന്ന് മനസ്സിലായത്. എന്ത് ചെയ്യുന്നു? ഞാൻ സർവീസിലാണ്. ഹസ്ബൻഡ്, കുട്ടികൾ. ഹസ്ബൻഡ് ബിസിനസ് ചെയ്യുന്നു, കുട്ടികൾ രണ്ടുപേരും. ഇപ്പം ചായ കുടിച്ചത്. പോയില്ല, സമയമില്ല. പഴയതൊക്കെ ഓർക്കാറുണ്ടോ? ചിലപ്പോഴൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാനത് ഓർക്കാറുണ്ട്. ആ ഓർമ്മയ്ക്ക് ഒരു സുഖം തന്നെയാണ്. ഒടുവിൽ അവർ കണ്ടു പിരിഞ്ഞു. വർഷങ്ങൾക്ക് ഇപ്പുറം വെച്ച് കണ്ടതാണെങ്കിലും അവരുടെ ഓർമ്മകൾ ആ മനസ്സിൽ ഇന്നും ഉണ്ടായിരുന്നു. നഷ്ടപ്രണയത്തിൻ്റെ എരിയുന്ന കനലുമായി അവർ രണ്ടുപേർ രണ്ട് ദൂരങ്ങളിൽ ജീവിക്കുന്നു. അവർക്ക് ആയുരാരോഗ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയരെ, പ്രണയിക്കണം. പ്രണയം അസുലഭ നിമിഷങ്ങളാണ്. നിങ്ങളെ പ്രണയിച്ചില്ലെങ്കിൽ നിങ്ങളെ ആരാ പ്രണയിക്കുക? നിങ്ങൾ പ്രണയിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ചുറ്റും പ്രണയം വിടരുന്നത്. നിങ്ങൾ സ്നേഹിക്കുമ്പോൾ നിങ്ങളെ ഉള്ളിലാണ് ദൈവമെന്ന് പറയരുത്. പകരം നിങ്ങൾ ദൈവത്തിൻ്റെ ഉള്ളിലാണെന്ന് പറയണം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പ്രണയ ദിനങ്ങൾ നേർന്നുകൊണ്ട് പ്രണയത്തോടെ ഹൃദയം കൊണ്ടൊരു സലാം. AR റോഷാദ്.